ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ട്, ഫിലിമി ഷെക്കിന്റെ റോസ്റ്റ് വീഡിയോ ആണ്. സരസമീൻ പേരേന് അടിപൊളിയാ. സരസൻ എന്താണെങ്കിലും സരസമായിട്ട് തന്നെയായിരിക്കും ഇത് പോകുന്നതെന്ന് നമുക്കറിയാം. അതായത് ഒരു ഗോട്ട് ലൈഫ് ലെവലിലുള്ള ഒരു റോസ്റ്റ് വീഡിയോ ആയിരിക്കും എന്നുള്ളത് ഒരു പ്രതീക്ഷ ഉണ്ട്. കണ്ടു നോക്കാം. ഗോട്ട് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുജീവിതമല്ല. അയ്യോ, അതിലേക്ക് അതല്ല, ഇത് വേറൊരു ഗോട്ടുണ്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ഓക്കെ, എന്തായാലും ഷർസമീന്റെ റോസ്റ്റ് വീഡിയോ ഫിലിമി ഷെക്കിൻ്റെത് കാണാം. റെഡി, ചിരിക്കാം. ഇഷ്ടംപോലെ ഉണ്ടാവുമായിരിക്കും. പൃഥ്വിരാജ് സുകുമാരൻ നല്ല രീതിയിൽ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. മ്യൂസിക്കില്ലേ? സെയ്ഫ് അലി ഖാന്റെ മകന്റെ അടുത്ത 5 പടത്തിന്റെ കഥ അറിയാൻ വേണ്ടി നമ്മുടെ രാജ്വേട്ടൻ അങ്ങ് ബോളിവുഡിൽ പോയി ചെയ്ത മറ്റൊരു അപരാധം സരസമീൻ. അപ്പോൾ പാഠം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രാജ്വേട്ടനെ കാണിച്ചുകൊണ്ടാണ് അണ്ണൻ ഈ പടത്തിൽ തീവ്രവാദികളുടെ ഒക്കെ പേടി സ്വപ്നമായ ബ്രിഗേഡിയർ വിജയനായിട്ടാണ് അഭിനയിക്കുന്നത്. മാതൃരാജ്യത്തിന് വേണ്ടി ഏതറ്റം വരെയും ഇങ്ങനെ പോകും. സ്വന്തം മോനാണോ അതോ രാജ്യമാണോ വലുതെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് എന്റെ രാജ്യമാണോ വലുതെന്ന് പറയും. ആ ലെവൽ രാജ്യസ്നേഹിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അങ്ങ് കാശ്മീർ താഴ്വരയിൽ ഒരു വമ്പൻ ഭീകരൻ ഇറങ്ങുന്നത്. കണ്ടാൽ തന്നെ അറിയാം ഇവന്മാർ നല്ല കിടിലൻ തീവ്രവാദികളാണ്. അതറിഞ്ഞത് മൂപ്പരെ പിടിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യവട്ടൻ വലിയൊരു PVC പൈപ്പൊക്കെ എടുത്ത് വൻ വെടിവെപ്പാണ്. അവസാനം മണ്ണൻ ആ കൊടും ഭീകരനെ അടിച്ച് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിൽ എടുക്കുകയാണ്. രാജുവേട്ടൻ ആ തീവ്രവാദിയെ കീഴ്പ്പെടുത്തിയ സന്തോഷത്തിൽ അണ്ണന്റെ ഭാര്യ കജോളും അണ്ണന്റെ മോനും രാജുവേട്ടൻ ഒരു കിടിലൻ പാർട്ടി കൊടുക്കുകയാവും. ഇനി ഇങ്ങനെയുടെ ഫാമിലി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെയുടെ മോനെ തീരെ ഇഷ്ടമല്ല. കാരണം അവൻ ഒരു പേടിത്തൊണ്ടനാണ്. മാത്രമല്ല ചെറുക്കിന് ചെറിയൊരു വിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചെറുക്കൻ അണ്ണന്റെ മോനാണെന്ന് പറയാൻ പോലും അങ്ങേർക്കൊരു നാണക്കേടാണ്. അങ്ങനെ ആ പാവം പിടിച്ച ചെറുക്കൻ ഒരച്ഛന്റെ സ്നേഹം കിട്ടാതെ അവൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന അവന്റെ അമ്മയോട് മാത്രം കൂട്ടുകൂടി ആ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാവും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് തീവ്രവാദികൾ നമ്മുടെ രാജ്വേട്ടൻ പിടിച്ച കൊടും തീവ്രവാദിയെ വിട്ടുകിട്ടാൻ വേണ്ടി ആ മോനെ മിഠായി തരാമെന്നും പറഞ്ഞ് രാജ്വേട്ടന്റെ മോനെ ഒരു വാനിൽ കയറ്റി കിഡ്നാപ്പ് ആക്കി കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവര് രാജുവേട്ടനെ വിളിച്ചു പറയും, മര്യാദയ്ക്ക് മറ്റു തീവ്രവാദിയെ റിലീസാക്കിക്കോ, ഇല്ലെങ്കിൽ നിന്റെ മോനെ ഞാൻ കൊല്ലും. രാജ്യമാണോ അതോ സ്വന്തം മോനാണോ വലുതെന്ന് നീ ഇപ്പൊ തീരുമാനിച്ചോ എന്ന്. അത് കേട്ടതും രാജ്യസ്നേഹിയായ നമ്മുടെ രാജുവേട്ടൻ പറയും, എനിക്ക് എന്റെ രാജ്യമാണോ വലുത്, എന്റെ മോനെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്നും പറഞ്ഞ് ആ പിടിച്ചു വെച്ച തീവ്രവാദിയെ വെടിവെച്ച് കൊന്നുകളയും. എന്നിട്ട് എന്റെ മോനെ തീവ്രവാദികൾ കൊന്നുകളഞ്ഞെന്നും പറഞ്ഞ് ഡിപ്രഷൻ അടിച്ച് നടക്കും. എടോ, നിങ്ങൾ ഇന്ത്യൻ ആർമിയിലെ ഒരു ബ്രിഗേഡിയർ ആണ്. ആ തന്റെ മോനെയാണ് തീവ്രവാദികൾ വന്ന് മൂക്കിന്റെ തുമ്പത്തുനിന്ന് കിഡ്നാപ്പ് ആക്കി കൊണ്ടുപോയിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു ഓലപ്പടക്കമെങ്കിലും പൊട്ടിച്ച് പ്രതികരിക്കും. ഇതൊക്കെ പിന്നെ പോട്ടെ എന്ന് വെക്കാം. എനിക്ക് ആ പാവം പിടിച്ച തീവ്രവാദികളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കുകയും ചെയ്തില്ല. മാത്രമല്ല ആർക്കും വേണ്ടാത്ത ഒരു അഴുക്ക ചെറുക്കനും പെടലേക്ക് കയറി അവന്മാരൊക്കെ ട്രാപ്പ് ആയിരിക്കുകയാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. അങ്ങനെ ഈ ചെറുക്കനെ വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ആ തീവ്രവാദികൾക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ തീവ്രവാദികളുടെ നേതാവിനെ കൊന്ന രാജുവേട്ടനെ കൊല്ലാൻ വേണ്ടി അവർ ഈ ചെറുക്കനെ നിന്റെ ഡാഡി രാജ്യത്തിന് വേണ്ടി നിന്നെ ഉപേക്ഷിച്ചതാണെന്നും പറഞ്ഞ് പേര് കയറ്റി ഒരു 8 വർഷം ട്രെയിനിങ് കൊടുത്ത് വളർത്തി വലുതാക്കി ഒരു തീവ്രവാദിയാക്കി മാറ്റുകയാണ്. എന്നിട്ട് 8 വർഷത്തിന് ശേഷം അവനെയും വിട്ട് രാജുവേട്ടനെ കൊല്ലിക്കാൻ വേണ്ടി തിരിച്ച് രാജുവേട്ടന്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. അവനെയും വിട്ട് രാജുവേട്ടനെ കൊല്ലിക്കാൻ വേണ്ടി തിരിച്ച് രാജുവേട്ടന്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. വിജയനന്റെ ഗോട്ടല്ലേ? അതെ ഗൈസ്, ഗോട്ട് തന്നെ. ആ കഥയെടുത്ത് ഇവന്മാര് നേരെ കാശ്മീരിൽ വന്ന് കുണച്ചു വെച്ചു. അങ്ങനെ നീണ്ട 8 വർഷത്തിന് ശേഷം അന്ന് തട്ടിപ്പോയെന്ന് കരുതിയ തന്റെ മകൻ തിരിച്ച് രാജുവേട്ടന്റെ അടുത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അവനെ കണ്ടു കിട്ടിയതും രാജുവേട്ടൻ അവനെ എടുത്ത് നേരെ മമ്മീനെ കളിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവർ അച്ഛനും അമ്മയും മോനും കൂടി ആ വീട്ടിൽ ഇങ്ങനെ ജീവിച്ചു വരികയാവും. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റിയതും നമ്മുടെ രാജുവേട്ടൻ ഇവനൊരു തീവ്രവാദിയാണെന്ന് ഭയങ്കര സംശയം വരികയാണ്. കാരണം ഒരു ദിവസം രാജുവേട്ടൻ ഇവന്റെ റൂമിന്റെ അടുത്ത് ചെന്നപ്പോ അതാ എന്തോ കിതയ്ക്കുന്ന പോലെയൊക്കെ ഒരു ശബ്ദം കേൾക്കുന്നത്. ആവിടിക്കുന്നതാണ്.
ഇത് മാത്രമല്ല ഒരു ദിവസം ഈ ചെറുക്കൻ നമ്മുടെ രാജുവേട്ടന്റെ കമ്പ്യൂട്ടർ എടുത്ത് യൂസ് ആക്കും. അത് കണ്ട് സംശയം തോന്നിയ രാജുവേട്ടൻ ആ കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോഴതാ ഹിസ്റ്ററി ഒക്കെ അവൻ ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. അതോടെ ഇവൻ തീവ്രവാദിയാണെന്നുള്ള സംശയം രാജുവേട്ടൻ അങ്ങ് ഉറപ്പിക്കുകയാണ്. എടാ അതവൻ തീവ്രവാദി ആയതുകൊണ്ടൊന്നല്ല, അവനെ പെണ്ണ് കെട്ടിക്കാൻ പ്രായമായിരിക്കണേ. സോ ഗൈസ്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാജുവേട്ടനും കജോളും മോനും കൂടി ഒരു കാട്ടിലേക്ക് ട്രിപ്പ് പോകുന്നത്. എന്നിട്ട് ആ കാട്ടിൽ രാത്രി ഇവരൊക്കെ ഒന്ന് നടക്കാൻ ഇറങ്ങും. ആ നടക്കാൻ ഇറങ്ങിയ സമയത്താണ് അത് സംഭവിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ രാജ്യമാണ് വലുതെന്നും പറഞ്ഞ് തന്നെ രക്ഷിക്കാൻ വരാത്ത തന്റെ ഡാഡിയെ നമ്മുടെ മോനൂസ് അടിച്ചു വീഴ്ത്തി വെടിവെച്ച് കൊല്ലാൻ നിൽക്കുന്നു. അപ്പൊ നമ്മൾ രാജുവേട്ടൻ തീർന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാവും. പക്ഷെ അപ്പോഴേക്കും കജോള് വന്ന് അവനെ തടയും. ബട്ട് ആ തടയിലും കജോളിന്റെ വയറിനിട്ട് ഒരു ഉണ്ട കൊള്ളും. പക്ഷെ അവളും ചാവൂല. അതോടുകൂടി താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തന്റെ മമ്മിക്ക് വെടികൊണ്ടത് സഹിക്കാൻ വയ്യാതെ ആ ഇഴുക്ക ചെറുക്കൻ എടാ നിന്നെ കൊല്ലം ഞാൻ പിന്നെ വരുമെന്ന് പറഞ്ഞ് അവിടുന്ന് ഓടി നേരെ തീവ്രവാദി ക്യാമ്പിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കശ്മീർ താഴ്വരയിൽ ഒരു വലിയ ഡാമിന്റെ ഉദ്ഘാടനം നടക്കാൻ നിൽക്കുന്നത്. എടാ ഈ കൃഷിഭവനിൽ നിന്ന് ലോൺ എടുത്ത് ഫിഷ് ടാങ്ക് കിട്ടിയതിനാണ് ഇവന്മാര് ഡാം എന്നൊക്കെ വിളിക്കുന്നത്. സോ ഗൈസ്, അങ്ങനെ ആ ഡാമിന്റെ ഉദ്ഘാടന ദിവസം രാജുവേട്ടന്റെ മോനെ കൊണ്ട് അവിടെ ബോംബ് വെക്കുമെന്ന് തീവ്രവാദികൾ നമ്മുടെ രാജുവേട്ടന് ഒരു ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം ആ ദിവസം വന്നെത്തി. അതീവ സുരക്ഷയോടുകൂടി ആ ഡാമിന്റെ ഉദ്ഘാടനം രാജുവേട്ടന്റെ മിലിറ്ററി സെക്യൂരിറ്റിയിൽ നടക്കുകയാണ്. ആൻഡ് ആ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ മിലിറ്ററി ഹെഡൊക്കെ വന്ന് വൻ പ്രസംഗമൊക്കെ നടത്തുകയാവും. ആ സമയത്താണ് നമ്മൾ ആ ഞെട്ടിക്കുന്ന കാര്യം അറിയുന്നത്. രാജുവേട്ടൻ അജാതി പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടും ആ തീവ്രവാദികൾ വന്ന് പ്രേമത്തിൽ നിവിൻപോളി സ്റ്റേജിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ച പോലെ ഇന്ത്യൻ മിലിറ്ററി ഹെഡ് പ്രസംഗിക്കുന്ന സ്റ്റേജിന്റെ ഇടയിൽ രാജുവേട്ടന്റെ മോൻ വന്നൊരു ബോംബ് വെച്ചിരിക്കുന്നത്. അതും ആ ബോംബ് പൊട്ടാൻ ഇനി വെറും 5 മിനിറ്റ് ബാക്കിയുള്ളൂ. എടാ എന്താടാ ഇത്? ഇത് നിങ്ങൾ ഇന്ത്യൻ മിലിറ്ററിനെ കളിയാക്കാൻ വേണ്ടി വരുന്ന പടമാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ രാജുവേട്ടന്റെ മോൻ സ്റ്റേജിന്റെ അടിയിൽ ബോംബും വെച്ച് ആ ബോംബിന്റെ കൺട്രോളിംഗ് മെഷീനും കൊണ്ട് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് പോയിരിക്കുകയാവും. പാവം നമ്മുടെ രാജുവേട്ടനാണെങ്കിലോ ആ ബോംബ് എവിടെയാ വെച്ചതെന്ന് പോലും അറിയാതെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാവും. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു അനോണിമസ് നമ്പറിൽ നിന്ന് രാജുവേട്ടന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. എടാ നിന്റെ മോൻ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തുണ്ട്, വേഗം അവന്റെ അടുത്ത് പോയി ആ ബോംബ് ഡിഫ്യൂസ് ആക്കി. അത് കേട്ടതും രാജുവേട്ടൻ നേരെ ക്ലൈമാക്സ് സ്ഥലത്തേക്ക് ഓടി പോവുകയാണ്. ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളൂ. ആൻഡ് ഗൈസ്, ഇവിടെയാണ് ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ രാജുവേട്ടൻ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തുണ്ടെന്ന് മെസ്സേജ് കൊടുത്തത് മറ്റാരുമല്ല, അത് രാജുവേട്ടന്റെ ഭാര്യ കജോളാണ്. യെസ് ഗൈസ്, അവൾ തന്റെ മോനെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി നേരെ തീവ്രവാദ ക്യാമ്പിൽ പോയി അവിടുത്തെ നേതാവിനെ അടിച്ച് റൊട്ടിയാക്കി അവരുടെ പ്ലാന് പറയിപ്പിച്ച് രാജുവേട്ടൻ അയച്ചു കൊടുത്തതാണ്. ഇവിടെ കൊണ്ടൊന്നും ട്വിസ്റ്റ് തീർന്നില്ല. അടുത്ത ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ കജോള് നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു വീട്ടമ്മ ഒന്നുമല്ല, അവള് പണ്ടൊരു തീവ്രവാദിയായിരുന്നു. എന്നിട്ട് അവള് രാജുവേട്ടനെ കണ്ടുമുട്ടി ഇയാളുടെ രാജ്യസ്നേഹവും കണ്ട് തീവ്രവാദത്തിൽ നിന്നൊക്കെ പിന്മാറി ഒരു രാജ്യസ്നേഹിയായി മാറിയതാണ്. എങ്ങനെ എഴുതാൻ പറ്റുന്നടാ ഇങ്ങനെ ഒരു കഥയൊക്കെ? അതൊക്കെ പോട്ടെ, എനിക്ക് ആ ബ്രിഗേഡിയർ രാജുവേട്ടന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇത്ര കാലം കൂടെ ജീവിച്ച ഭാര്യ തീവ്രവാദി, എന്നിട്ട് 100 മോനുണ്ടായപ്പോഴോ അവനും തീവ്രവാദി. ഇതുപോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇവനൊക്കെ എന്ത് കണ്ടിട്ടാടാ പട്ടാളത്തിലെടുത്ത്? സോ ഗൈസ്, അങ്ങനെ ഓടി ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തെത്തിയ രാജുവേട്ടൻ അവിടെ തന്റെ മോനെ കാണുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് അവര് രണ്ടുപേരും ഒരു ഇമോഷണൽ അച്ഛ മക ഫൈറ്റ് നടത്തുകയാണ്. ഇപ്പുറത്താണെങ്കിലോ ആ ബോംബ് പൊട്ടാൻ ഇനി ആകെ കൂടി ഒരു 4 മിനിറ്റ് ബാക്കിയുള്ളൂ. അങ്ങനെ ഈ ഇമോഷണൽ ഫൈറ്റും ആ ബോംബിന്റെ ടൈമും ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കണം. ലാസ്റ്റ് അവിടെ കിടന്ന അച്ഛനും മോനും അടികൂടി ആ ബോംബ് പൊട്ടാൻ ഇനി ഒരു 2 മിനിറ്റ് ബാക്കി നിൽക്കെ രാജുവേട്ടൻ അടിയൊക്കെ നിർത്തി തന്റെ മോനെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ഭാവി നിങ്ങളുടെ കൈകളിലാണ്. അങ്ങനെ രാജുവേട്ടന്റെ ഉപദേശമൊക്കെ കേട്ടതും 8 വർഷം ട്രെയിൻ ചെയ്ത് തീവ്രവാദിയായി ചെറുക്കന്റെ മനസ്സ് മാറി ഇവനൊരു രാജ്യസ്നേഹിയായി മാറുകയാണ്. എന്നിട്ട് അവൻ ആ ബോംബ് ഡീആക്ടിവേറ്റ് ആക്കാനൊക്കെ നിൽക്കുകയാവും. അപ്പോഴാണ് പെട്ടെന്ന് വേറൊരു തീവ്രവാദി വന്ന് നമ്മുടെ രാജുവേട്ടനെ മോനെ വെടിവെച്ചിടുന്നത്. ആൻഡ് ആ തീവ്രവാദിനെയും ഇവരൊക്കെ കൂടി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വെടിവെച്ചിടും. എന്നിട്ട് രാജുവേട്ടന്റെ മോൻ ആ ബോംബ് പൊട്ടാൻ വേണ്ടി വെറും 40 സെക്കൻഡ് ബാക്കി നിൽക്കെ ആ ബോംബ് ഡീആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി നേരെ നീങ്ങുകയാവും. എന്നിട്ട് ആ ബോംബിന്റെ അവിടെ എത്തിയപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരിക. അതെന്താന്ന് വെച്ചാൽ ഈ ബോംബ് ഡീആക്ടിവേറ്റ് ആക്കാനുള്ള പാസ്വേഡ് ഇവൻ അറിയൂല. പണ്ടാറത് പൊട്ടാനാണെങ്കിലോ ആകെ 40 സെക്കൻഡും.
അങ്ങനെ നമ്മളൊക്കെ ഇനി ഇവരെന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് സ്ട്രെസ് അടിച്ചിരിക്കുമ്പോഴാണ് രാജുവേട്ടന്റെ ഫോണിലേക്ക് പിന്നെയും ഒരു മെസ്സേജ് വരുന്നത്. അത് മറ്റാരുമല്ല, കജോള് തന്നെ. അവൾ അപ്പുറത്ത് ആ തീവ്രവാദികളൊക്കെ ഇടിച്ചു പിഴിഞ്ഞ് ആ ബോംബ് ഡീആക്ടിവേറ്റ് ആക്കാനുള്ള പാസ്വേഡ് കണ്ടുപിടിച്ച് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അവസാനം ആ മെസ്സേജ് കിട്ടിയതും ആ ബോംബ് പൊട്ടാൻ വെറും 3 സെക്കൻഡ് ബാക്കി നിൽക്കും. അവർ ആ ബോംബ് ഡീആക്ടിവേറ്റ് ആക്കുകയാണ്. യെസ് ഗൈസ്, ആ ബോംബ് ഡീആക്ടിവേറ്റ് ആയി. എന്നിട്ട് നാട്ടുകാരൊക്കെ രക്ഷപ്പെടും. പക്ഷേ ആ അതിതീവ്രമായ സംഘടനത്തിൽ ഒരു കുത്തുകൊണ്ട കജോളും വെടികൊണ്ട നമ്മുടെ രാജുവേട്ടനും മോനും രക്ഷപ്പെടില്ല. അതെ ഗൈസ്, സ്വന്തം രാജ്യത്തിന് വേണ്ടി ആ കുടുംബം മൊത്തമായി അങ്ങ് പടമാവുകയാണ്. പടം കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ പിന്നെ ചോദിച്ചിട്ടില്ലെങ്കിൽ എന്തായിരുന്നു വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണേ. കഴിഞ്ഞ മോനെ റോസ്റ്റ് അതിനകത്തേ ആ മറ്റേ സുരാജിന്റെ സാധനം കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ആ തീവ്രവാദികൾ എന്നുള്ള സാധനേ ആ സിനിമ അത് എന്ത് സമയത്തുള്ള കൊടുത്തിരിക്കുന്നുണ്ടോ എന്റെ പൊന്നോ കീടില സാധനം, ഒരു രക്ഷയില്ല. ഈ വെബ് സീരീസ് ഒക്കെ ഇങ്ങനെയല്ല ഇതിന്റെ സിനിമ സോറി ഈ സിനിമ ഞാനതേ മറ്റേ OTT-ലാണല്ലോ വന്നേ, ആ ഒരു ഇതില് പറഞ്ഞാട്ടോ സിനിമ സത്യം വല്ലാത്ത ജാതി ഒരു സാധനം. അപ്പൊ എന്താണെങ്കിലും തകർത്തു. ഇനി ഒന്നും കൂടി വന്നാലും തകർക്കാം, അത്രേ ഉള്ളൂ. സന്തോഷായി. അപ്പൊ ഡാമിന് പൊട്ടി നിറിയോ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കാം? കുറച്ച് വാഴ നനയും. അല്ലാതെ ഇവര് നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോയിട്ട് ആകെ സീനാകാൻ പോകുന്നില്ല. കുറച്ച് ഒരു 4-5 ബക്കറ്റിലുള്ള വെള്ളം. എന്നാലും ഒരു 2 സെക്കൻഡ് കൊണ്ട് ആ മല ഓടിക്കേറി അത് രാജുവേട്ടൻ ബോളിവുഡിൽ ഇവിടെ കണ്ടവനെ അവിടെ ബോളിവുഡ് കാണുന്നുണ്ട് വളരെ പെട്ടെന്ന്. അത് ശരി, ആൾക്ക് മല കയറാനാ പണി. അതൊരു സത്യം. എന്താണെങ്കിലും ഗംഭീരം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.